ഹലോ എവ്രി വൺ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് UK യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അതായത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ മൂവ് ഫോർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഏജന്റ് വഴി അപ്ലൈ ചെയ്യുന്നതും നിങ്ങൾ സ്വയം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോ ഡെഫിനറ്റ്ലി കവർ ചെയ്യും. സോ ബിഗിനിങ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ സ്പീഡായിട്ട് പോവാതെ നമ്മൾ കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓരോ ലൈനും നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പാർട്ട് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ നമുക്ക് തന്നെ ഇടാവുന്ന ഒരു കാര്യമുള്ളൂ എന്ന് പറയുന്നവർക്ക് നമ്മൾ എപ്പോഴും ഭയങ്കര ഒതന്റിക് ആയിട്ട് എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. കാരണം UK യൂണിവേഴ്സിറ്റികൾക്ക് കുറച്ച് റിക്വയർമെന്റ് ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടും അതിന്റെ പേർപ്പസ് എന്താണ്, എന്തുകൊണ്ട് അവരത് ഡിമാൻഡ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിൽ 6 ഡോക്യുമെന്റ്സ് മെയിൻ ആയിട്ട് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ 6 ഡോക്യുമെന്റ്സ് ആണ് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സില്ലി ആയിട്ട് ഫീൽ ചെയ്യാം, കാരണം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമില്ലേ എന്നുള്ളത്. പക്ഷെ അത് ശ്രദ്ധിക്കാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതായത് കുറെ കുട്ടികളെ ഞാൻ പറഞ്ഞു കേട്ടു, ഓഫർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോരെ നമ്മൾ പാസ്പോർട്ടിനൊക്കെ വേണ്ടി പോകുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ബേസിക് ആയിട്ട് നമുക്ക് പാസ്പോർട്ട് നിർബന്ധമായിട്ടും, അത് ഏത് ഇന്റർനാഷണൽ ട്രാവലിന് നമ്മളൊരു 18 ഏജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാസ്പോർട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് തന്നെയാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്പോർട്ട് എടുക്കാന്നുള്ള സില്ലിയായിട്ട് ഒരിക്കലും കാണരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്യുമെന്റ്സിൽ ആദ്യത്തെ ഡോക്യുമെന്റ് ആയിട്ട് ഞാൻ പാസ്പോർട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ആൻഡ് സെക്കൻഡ് വൺ ട്രാൻസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ മാസ്റ്റേഴ്സിന് പോവാണെങ്കിൽ UK ഒരാളെന്ന് വിചാരിക്കുക, അയാൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ബാച്ചിലേഴ്സ് ആയിരിക്കും. അപ്പൊ അവിടെ നിന്നുള്ള ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ മാർക്കുകൾ, അത് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് എന്നൊക്കെ പറയാം. ട്രാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ മാർക്കും, ഓരോ സബ്ജക്ട് വൈസ് എല്ലാ മാർക്കും ഉള്ള രജിസ്ട്രാർഡ് സീലുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതല്ലാത്ത ആൾക്കാരുണ്ടാവും, അതായത് BSc കഴിഞ്ഞ വഴി MScക്ക് അപ്ലൈ ചെയ്യുന്ന കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ അവര് വറീഡ് ആവേണ്ട കാര്യമില്ല. UK പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അതിനൊരു ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതാണ് സെക്കൻഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, ട്രാൻസ്ക്രിപ്റ്റ് ആണ്. ട്രാൻസ്ക്രിപ്റ്റുകൾ ശ്രദ്ധിക്കുക. നമ്മൾ മാസ്റ്റേഴ്സിന് പോകുന്ന ആളാണെങ്കിൽ ബാച്ചിലേഴ്സിന്റെ ട്രാൻസ്ക്രിപ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സ് പോകുന്ന ആളാണെങ്കിൽ +2 പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് ബാച്ചിലേഴ്സിന്റെ റിസൾട്ട് ഫൈനൽ ഗ്രേഡ് കാർഡ് വന്നിട്ടില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിലുള്ള പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് ദാറ്റ്, നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. ഇപ്പൊ ഞാൻ 2 ഡോക്യുമെന്റ്സിന്റെ കാര്യം പറഞ്ഞു, പാസ്പോർട്ടും പറഞ്ഞു, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റും പറഞ്ഞു. ആൻഡ് തേർഡ് വൺ IELTS അല്ലെങ്കിൽ MOI. അതായത് പുറത്തുള്ള UK എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഡെഫിനറ്റ്ലി ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട്. അവിടേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിൽ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവരവിടെ യൂസ് ചെയ്യുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഇംഗ്ലീഷ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതിന് എലിജിബിൾ ആണ്. ഓരോരുത്തർക്കും നമുക്ക് കോഴ്സിന്റെ വെബ്സൈറ്റ്, നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും IELTS ഇത്ര ബാൻഡാണ് റിക്വയർമെന്റ് ഉള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റീസിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ IELTS ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ബാൻഡ് നമ്മൾ സെക്യൂർ ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ UK ചില യൂണിവേഴ്സിറ്റീസ് IELTS വെയ്വർ കൊടുക്കുന്നുണ്ട്. ഇവിടെ വെയ്വർ എന്നുള്ള ടേം എല്ലാവർക്കും മിക്കതും ഒരു ഡൗട്ട് ആയിരിക്കും. അതായത് റിലാക്സേഷൻ ആയിട്ട് നിങ്ങൾ വിചാരിക്കുക. അതായത് നമുക്ക് ഒരു എന്തായാലും പറയാ, ഒരു റിലാക്സേഷൻ ഒന്ന് കുറച്ച് തരാം, നമ്മുടെ ആ ഒരു കാഠിന്യം കുറയ്ക്കുക, അത്തരത്തിൽ നമുക്ക് അതിന് ചിന്തിക്കാൻ വേണ്ടി പറ്റും. അതായത് വെയ്വർ തരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അവർ നമ്മുടെ അടുത്ത് പറയും, ഇംഗ്ലീഷില് ബാച്ചിലേഴ്സിന് പോകുന്ന ആളെന്ന് വിചാരിക്കുക, ഇംഗ്ലീഷില് +2 80% അല്ലെങ്കിൽ 70% മുകളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ IELTS വെയ്വറിന് എലിജിബിൾ ആണെന്നുള്ള രീതിയിൽ നമ്മളോട് പറയും. അപ്പൊ അതേ സമയത്ത് വേറെ അവിടെ ഒരു ഡോക്യുമെന്റും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇത്ര മാർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഷോർട്സിലൊക്കെ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ MOI എന്ന് പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഔട്ട് ഓഫ് ബോക്സ് കാര്യമാണ്. പക്ഷെ നമ്മൾ വിസ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം MOI നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ സ്കൂളിലുള്ള അതോറിറ്റിയാണ്. സ്കൂൾ അല്ലെങ്കിൽ ലാസ്റ്റ് പഠിച്ചത് ബാച്ചിലേഴ്സ് ആണെങ്കിൽ കോളേജിലുള്ള അതോറിറ്റിയാണ്. പക്ഷെ മിക്ക അതോറിറ്റീസിനും ജനറലി ലെറ്റർ ഓഫ് MOI നമ്മൾ പറയുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല.
അതായത് അവർ ഡിലേ വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ പറയുന്ന ഒരു ഡോക്യുമെന്റിന്റെ കേസും അങ്ങനെ തന്നെയാണ്. നമുക്ക് അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു MOIയുടെ കണ്ടന്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ സിഗ്നേച്ചർ ഇടാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോകുന്ന ഒരവസ്ഥയിൽ പോവുക. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സ് കുറച്ചും കൂടെ സ്പീഡപ്പ് ആവും. കാരണം ഞാൻ ഒരുപാട് കേസസ് കേട്ടിട്ടുണ്ട് ആഴ്ചകൾ വൈകിട്ടുള്ളത് ഈ MOIയും LOR കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞ ഇനി വരാനുള്ള ഡോക്യുമെന്റ് എന്നുള്ളത്. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ പറയും. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡിലേ വന്നിട്ടുള്ള കുറെ കേസസ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വേണ്ട കണ്ടന്റ് സെറ്റ് ചെയ്തിട്ട് സിഗ്നേച്ചറിനും സീലിനും വേണ്ടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിലേ വരില്ല. കാരണം അല്ലെങ്കിൽ തന്നെ ഏകദേശം ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യാൻ ഞാനിപ്പോൾ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്താൻ 2 ആഴ്ച മതിയായിരിക്കും. 2 to 3 വീക്സ് ധാരാളമാണ് നമുക്ക്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് MOI പോലത്തെ ഡോക്യുമെന്റ് പ്രീവിയസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിന്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് പോകുക. അതായത് സിമ്പിൾ ആയിട്ട് അതോറിറ്റിക്ക് സൈൻ ചെയ്ത് ഗുഡ് ടു ഗോ പറയാൻ പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോവുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈ പറഞ്ഞ പോലെ തന്നെ LOR ആണ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയും. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഫർമേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ എംപ്ലോയി അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗ്രാഫിലുണ്ടാവുക. ചിലർ 1 വർഷം വർക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഈ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിക്കുള്ള ഒരാളായിരുന്നു, കോഡ് ഓഫ് കോണ്ടക്ട് വാസ് ഗുഡ്, ഹീസ് എ ഹൈ പെർഫോമർ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നമ്മൾ വാങ്ങിക്കേണ്ട. സെയിം MOIയുടെ അതേ സിറ്റുവേഷൻ ആണ് ഇവിടെയും. ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നല്ലൊരു സാമ്പിൾ കളക്ട് ചെയ്യുക. നല്ല സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് സീലിനും സിഗ്നേച്ചറിനും വേണ്ടിയിട്ട് നമ്മൾ ഈ അതോറിറ്റീസിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിക്ക് ഒരു ഡിലേ വരില്ല. ഈ 2 ഡോക്യുമെന്റ്സിന് മിക്ക ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഡിലേ വരലുണ്ട്. അപ്പൊ നിങ്ങളത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഈ ഡോക്യുമെന്റ്സ് 6 ഡോക്യുമെന്റ്സ് പറയുന്നതിൽ നിങ്ങൾക്ക് IELTS വേവർ ഉണ്ട് അല്ലെങ്കിൽ MOI സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 2 മാക്സിമം സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ അപ്ഡേറ്റഡ് CV വളരെ പക്കയായിരിക്കണം. അതായത് നമ്മുടെ കയ്യിലൊരു CV ഉണ്ട്, അത് അഡ്മിഷന് യൂസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. CV നല്ല രീതിക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ CVയും അതുപോലെ തന്നെ റെസ്യൂമിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അക്കാഡമിക് അഡ്മിഷൻസിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത് UK യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യുന്നത് CV ആണ്. വിച്ച് മീൻസ് നമ്മുടെ ഒരു ട്രാക്ക്, കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ട്രാക്ക്, നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വേർഷനെയാണ് CV എന്ന് പറയുന്നത്. അപ്പം അത് കുറച്ചും കൂടെ എന്തായിരിക്കും, അക്കാഡമിക് പാർട്ടിലേക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. റെസ്യൂമെ പോലെയല്ല. റെസ്യൂമെ പറയുമ്പോൾ പക്ക നമ്മളൊരു ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ CV അപ്ഡേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി നോക്കുക. ഞാൻ എപ്പോഴും പറയുന്നു CV അപ്ഡേറ്റഡ് CV എന്ന് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. കാരണം അവർ കറക്റ്റ് ടൈം ലൈൻ നോക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടൈം ലൈൻ കറക്റ്റ് മനസ്സിലാവുന്ന തരത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു CV, അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV തന്നെ നിങ്ങൾ ആപ്ലിക്കേഷന് വേണ്ടി വെക്കാൻ നോക്കണം. നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും. അത് ഫസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം 2-3 വർഷം മുമ്പുള്ള CVയോ അതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ഒരിക്കലും വെക്കരുത്. കാരണം ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസങ്ങളും ഇതിന്റെ ട്രെൻഡ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. റെസ്യൂമിന്റെയും CVയുടെയും ഈവൻ SOPസിന്റെയും വരെ റിക്വയർമെന്റ്സ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഓൺഗോയിങ് ട്രെൻഡിനനുസരിച്ചുള്ള ഒരു കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എല്ലാത്തിനും വ്യത്യസ്തമായിട്ടൊരു അപ്പർ ഹാൻഡ് കിട്ടുള്ളൂ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് അറ്റ് ഓൾ ദ ലീസ്റ്റ്, SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. UK യൂണിവേഴ്സിറ്റീസിന് ഏത് രാജ്യത്തിനെയും പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ആൻഡ് ഞാൻ ബീങ് എ പ്രൊഫഷണൽ SOP റൈറ്റർ, വോട്ട് ഐ ഹാവ് ടു ടെൽ ഇസ് നെവർ യൂസ് ChatGPT. ഡെഫിനറ്റ്ലി യൂസ് ചെയ്യരുത്. അഡ്മിഷനിൽ SOP ആണെങ്കിലും വിസയ്ക്കുള്ള SOPനെ പോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്തിനാ കൺട്രി ചൂസ് ചെയ്തു, എന്തിനാ കോളേജ് ചൂസ് ചെയ്തു, തിരിച്ചു വന്നുള്ള കരിയർ പ്ലാൻ എന്താണ്, എന്തുകൊണ്ട് ആ പ്രോഗ്രാം ചൂസ് ചെയ്തു, അങ്ങനത്തെ കാര്യം. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഇതെല്ലാം വൃത്തിക്ക് പ്രസന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡീസന്റ് എനഫ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് വെക്കാൻ വേണ്ടി നോക്കുക. നെവർ യൂസ് ChatGPT. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ തന്നെ കോപ്പി ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റുക എന്നുള്ള ടെൻഡൻസിയും കഴിയുന്നത് ഒഴിവാക്കുക. കാരണം ആഫ്റ്റർ ഓൾ ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെയും അഡ്മിഷൻ ഡീമീനറിന്റെയും ഭാഗമാണ്. നമ്മൾ നമ്മുടെ അഡ്മിഷൻ സബ്മിറ്റ് ചെയ്യണ എല്ലാ ഡോക്യുമെന്റ്സും പക്കാ ക്ലിയർ ആയിട്ട്, ബിക്കോസ് വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഡു, നമ്മൾ എന്തായാലും ഇന്റർനാഷണൽ ജേർണിക്കാണ് പോകുന്നത്, ഇന്റർനാഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഇന്റർനാഷണൽ എന്നുള്ള ഒരു ടേമിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കാണാം. കാരണം ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാ ഡോക്യുമെന്റ്സും എന്തെങ്കിലും വെക്കുക എന്നുള്ളതല്ല, ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് എല്ലാം പക്കയായിട്ട് വെക്കാൻ വേണ്ടി നോക്കാം. നെവർ എവർ യൂസ് ChatGPT ഇൻ SOPയുടെ ക്രിയേഷനിൽ
ChatGPT നിങ്ങൾ യൂസ് ചെയ്യരുത്. വൺ തിങ്, അത് അൺഎത്തിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് അതായത് ഇപ്പം ഞാൻ സ്റ്റാൻഡിങ് ഫ്രം ആൻ എക്സ്പീരിയൻസ് ഓഫ് 5 to 6 years, എനിക്കൊരു ഡ്രാഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് മാൻ റിട്ടൺ ആണോ മെഷീൻ റിട്ടൺ ആണോ എന്നുള്ളത്. അത് തന്നെ ആയിരിക്കുമല്ലോ കാലങ്ങളായിട്ട് അഡ്മിഷൻസ് എടുക്കുന്ന ഒരു ടീമിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ അഡ്മിഷനെ ബാധിക്കുന്ന തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 6 ഡോക്യുമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വി വിൽ ബി മൂവിങ് ഓൺ ടു അനദർ സെഷൻ. അപ്ലിക്കേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് 3 ബേസിക് വഴികളുണ്ട്. ഒന്ന് UCAS വഴി, ഒന്ന് UK യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി, മൂന്നാമത് നമ്മൾ കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്തിട്ട്. UCAS എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും അതിൽ അപ്ലോഡ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ID നമ്മൾ പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഡയറക്ട്ലി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ അപ്ലൈ ആസ് ആൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ വഴിയാണ് കൺസൾട്ടൻസീസ് വഴി. അപ്പം നമ്മുടെ മേജർലി എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് സ്റ്റുഡന്റിന് ചെയ്തുകൂടെ, അതുപോലെ തന്നെ കുറച്ചുകൂടി ഈസി അല്ലേ എന്ന് കേൾക്കുന്നുണ്ട്. ആ വഴി പോസിബിൾ ആണ്. പക്ഷേ നമുക്ക് ഏജൻസീസിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഏജൻസീസ് ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്നു, ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഏജൻസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ ഇതിലൊരു ഫാക്ട് ഉണ്ട്. മിക്ക ഏജൻസിക്കാർക്കും യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസ് വരുന്നതിൽ ഈ ഒരു ടൈപ്പ് ഉള്ളൊരു ഏജൻസി ആണ്, അല്ലെങ്കിൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ടൈപ്പ് ഉണ്ട്, നല്ല റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ കാണാനും അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസ് കിട്ടാനുള്ള സ്പീഡ് വളരെ കൂടും. മറ്റേതാണെങ്കിൽ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കാരണമാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഏജൻസീനെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള സംഭവം ഉണ്ടാകും, അവർ പെട്ടെന്ന് ഓഫർ എടുത്ത് തന്നു. ഈ ഏജൻസി ഫ്രണ്ട്സ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, എൻ്റെ ഏജൻസി പെട്ടെന്ന് ഓഫർ തന്നില്ല, കുറച്ച് ഡിലേ വന്നു, എൻ്റെ ഏജൻസി പെട്ടെന്ന് ഓഫർ എടുത്ത് തന്നു. അപ്പോൾ ആ ടൈപ്സിന്റെ മുകളിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാത്തിനെ കുറിച്ചിട്ടും പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ കയ്യിൽ വെക്കുക. ചെക്ക് ലിസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ കയ്യിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള പ്രോഗ്രാം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ ഏജൻസിക്കാരെടുത്ത് ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ അവരുടെ ടൈപ്പിന് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് സജസ്റ്റ് ചെയ്യും. ദാറ്റ്സ് പാർട്ട് ഓഫ് ദെയർ പ്രോസസ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രിഫറൻസ് ഉണ്ടാക്കുക, നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഏജന്റിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഏജൻസി വഴി പോകുമ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ സ്പീഡായിട്ട് പ്രോസസ് നടക്കും, ബിക്കോസ് ദേ ഓൾറെഡി ഹാവിങ് ടൈപ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി ഒക്കെ മാച്ച് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി നമുക്ക് ഓഫർ ലെറ്റർ തരും. ഓഫർ ലെറ്റർ ഏതൊരു കൺട്രിക്കാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും, നമ്മളതിനെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ UK കേസിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആവാം, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആവാം. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്ററേ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ പ്രൊഫൈലിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇവിടേക്ക് ബാക്കി പ്രോസസ്സുകളിലേക്ക് ധൈര്യമായിട്ട് കിടക്കാം. പക്ഷേ ചില പ്രൊഫൈൽസിന്റെ കേസിൽ യൂണിവേഴ്സിറ്റീസ് എന്ത് പറയും, കണ്ടീഷണൽ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യും. അതിനൊരു കണ്ടീഷൻ ഉണ്ടാവും, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അത് നിങ്ങളുടെ ഫയൽ റിവ്യൂ ചെയ്യുന്ന അഡ്മിഷൻ ടീമിന്റെ റിക്വയർമെന്റ് പോലെയാണ് അവിടത്തെ. പിന്നെ നെക്സ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ IELTS ഈ സ്കോർ പോരാ, നിങ്ങൾ ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്യണം. അങ്ങനെ പല രീതിക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫർ ലെറ്റേഴ്സ് ആണ് റിലീസ് ചെയ്യുക. 2 ടൈപ്പായിട്ട് കിടക്കാനുള്ള കാരണം അതാണ്, അൺകണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ. അൺകണ്ടീഷണൽ ലിറ്ററൽ മീനിങ് എടുക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷനും ഇല്ല, നമ്മൾ പെർമിറ്റ് ചെയ്യാം. നെക്സ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ. ആൻഡ് നെക്സ്റ്റ് ഓഫർ ലെറ്റർ നമ്മൾ ഓഫർ ലെറ്റർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കടമ്പകൾ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് വിസ പ്രോസസ്സ് വരുന്നുണ്ട്. വിസ പ്രോസസ്സാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഓഫർ ലെറ്റർ കിട്ടിയത് കൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ജേർണിയിൽ ലാസ്റ്റ് എൻഡ് എത്തി നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഓഫർ ലെറ്റർ കിട്ടി എന്നുള്ള സിറ്റുവേഷൻ. ആൻഡ് നമ്മൾ ഓഫർ ലെറ്റർ റിസീവ് ചെയ്യണം, അതായത് ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ട് അടയ്ക്കണം, കുഞ്ഞൊരു എമൗണ്ട് അടച്ചിട്ട് വേണം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ഡീല് വെക്കുന്ന സമയത്ത് അഡ്വാൻസ് കൊടുക്കുന്ന പോലെ, ഒരു ബിസിനസ് ഡീല് വെക്കുമ്പോൾ അഡ്വാൻസ് കൊടുത്ത് ഉറപ്പ് വരുത്തുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെറിയൊരു എമൗണ്ട് അടയ്ക്കണം. അത് ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റീസ്, നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് എല്ലാവരും പേടിക്കുന്ന ഒരു സാധനമാണ് പ്രീകാസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പ്രീകാസ് ഇന്റർവ്യൂസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിരിക്കും. അപ്പം നമ്മൾ പ്രോപ്പർലി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ യൂണിവേഴ്സിറ്റി, അത് ഡിപ്പെൻസ് ഓൺ ഹൗ യു കമ്മ്യൂണിക്കേറ്റിംഗ്, ഇൻട്രൊഡക്ഷൻ, കരിയർ പ്ലാൻസ്,
ഹൗ ആർ യു ഫണ്ടിങ് യുവർ സ്റ്റഡീസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ആ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ നമ്മൾ ക്ലിയർ ചെയ്യണം. ആ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യും, ക്യാസ് ഇഷ്യൂ ചെയ്യും. ക്യാസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ക്യാസിൻ്റെ കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ടുള്ള വേർഷൻ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ക്യാസിന് മുമ്പുള്ള സ്റ്റേജാണ് പ്രീ ക്യാസ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് നമ്മളിനി അഥവാ ഫെയിൽ ആയി എന്ന് വിചാരിക്കുക. മിക്ക ആൾക്കാരുടെ ഒരു പേടിയാണ്, നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടച്ചിട്ടുള്ള ആ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് നമുക്ക് ലോസ് ആവും എന്നുള്ളത് ഒരിക്കലും അത് ലോസ് ആവില്ല. നമുക്കത് റീഫണ്ട് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. മിക്ക ആൾക്കാരുടെ ഒരു ഡൗട്ട് അതാണ്, അത് ലോസ് ആവോ, അത് നമുക്ക് റീഫണ്ടബിൾ ആണോ, എന്താണ് സിറ്റുവേഷൻ എന്നുള്ള സംഭവം. അപ്പം നമ്മൾക്ക് ഈ ഇൻ്റർവ്യൂവിൽ സക്സീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യും. അത് നമ്മൾ എപ്പോഴും നോക്കി മനസ്സിലാക്കി വെക്കുക. കാരണം മിക്ക ആൾക്കാരുടെ ടെൻഷൻ അത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒരുപാട് ടെൻസ്ഡ് ആവേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഹൈലി സിസ്റ്റമാറ്റിക്. അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ അപ്രോച്ച് നമ്മുടെ ആൻസേഴ്സിലെല്ലാം വേണം ബേസിക്കലി. അപ്പോൾ ദേ ഷുഡ് ഫീൽ ലൈക്ക് ദിസ് പേഴ്സൺ ഇസ് ക്വാളിഫൈഡ് ടു അറ്റൻഡ് ദിസ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ടു ദിസ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു വൈബ്, ഒരു ഫീലിംഗ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം ഇൻ്റർവ്യൂവിൻ്റെ കേസിൽ. അപ്പോൾ അതിൽ ഫെയിൽ ആവുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, പല കാരണങ്ങൾ കൊണ്ട് ഫെയിൽ ആവുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം ആയിക്കൊള്ളണം തന്നെ ഇല്ല. അപ്പോൾ ഇൻ്റർവ്യൂവറിൻ്റെ പ്രശ്നമായിരിക്കാം, ഹി ഓർ ഷീ മൈറ്റ് ബി എക്സ്പെക്ടിങ് സംതിങ് ബിഗ്, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഫെയിൽ ആവുന്ന ആളുകൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആണ്. ഓഫർ ലെറ്ററിൻ്റെ റിസീവ് ചെയ്യാൻ നമ്മൾ അടച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആണ്. ആൻഡ് ക്യാസ് ഏകദേശം വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 month എടുക്കേണ്ടതാണ്, മാക്സിമം ടു മാക്സിമം. അതും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ്. നേരത്തെ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ക്യാഷ് കിട്ടുന്നവരുള്ള ഒരു ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽസും കൂടെ സെറ്റ് ചെയ്യണം. അതായത് അവിടെ താമസിക്കാനും നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഫിനാൻസ് എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ ഒരു എമൗണ്ട് ഉണ്ടെന്ന് കാണിക്കണം. 28 days ബാങ്കിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യും കൂടി വേണം. ആ ഒരു പ്രോസസ്സും കൂടെ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു 1 month ഗ്യാപ്പിൽ ക്യാഷ് വരും. ഈ ക്യാഷിന് നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള നമ്പർ ഉണ്ടാവും. ആ യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ്റെ ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിസ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, ആ ഫീസ് പേ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ ആ ഫീസ് പേ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിസ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കൂടെ IHSൻ്റെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ഫീ കൂടെ നിങ്ങൾക്ക് വരും. അതെന്തായാലും കൂടെ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ വിസ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പേ ചെയ്യുക, പ്ലസ് IHSൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഫീസ് ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് പെർട്ടെയിൻ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് TB സർട്ടിഫിക്കറ്റ് ആണ്. TB സർട്ടിഫിക്കറ്റ് നമ്മൾ TB ടെസ്റ്റ് എടുക്കുക, എന്നിട്ട് TB ഇല്ല എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് ആവശ്യമാണ്. വേറെ ഒന്നുമല്ല, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതായത് അത്യാവശ്യം അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രിയാണ്. അപ്പോൾ പണ്ട് കുറച്ച് ഹിസ്റ്ററി ബാക്കൊക്കെ TB ഭയങ്കര കോമൺ ആയിട്ടുണ്ടായിരുന്നതായിരുന്നു നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിൽ. പിന്നെ ഐ ഗെസ് സംവാട്ട് സ്റ്റേറ്റ് വേറൊരു കൺട്രിയും കൂടെ ഉണ്ട്, അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആൾക്കാർക്ക്, ബംഗ്ലാദേശ് ഐ ഗെസ് ബംഗ്ലാദേശാണ്, അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ടും TB സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നുള്ളതുണ്ട്. അത് നമ്മൾ വെരിഫൈ ചെയ്യണം. അതിപ്പോൾ TBയുടെ ഒരു പ്രസൻസ് ഇല്ല, റെക്ടിഫൈഡ് ആണ്. ഒരു 96, 98, 99% ആൾക്കാർക്ക് ഇല്ലാതിരിക്കാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, TB സർട്ടിഫിക്കറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡോക്യുമെന്റ് PDF പോലെ കിട്ടും. അതായത് ഇതിൻ്റെയൊക്കെ സമ്മറൈസ്ഡ് വേർഷൻ ആയിട്ടുള്ള സംഭവം കിട്ടും. അത് പ്രിന്റ് ഔട്ട് എടുക്കുക. നമ്മൾ VFS ഓഫീസിൽ പോവുക. VFS ഓഫീസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ബയോമെട്രിക്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഐ ബെറ്റർ സജസ്റ്റ്, നമുക്കിപ്പോൾ ഒരു എല്ലാം നേരത്തെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അയാൾക്ക് പോകാൻ വേണ്ടി അത്യാവശ്യം ഒരു 1, 2, 3 മാസം ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് വിസ കാറ്റഗറിയിൽ മാത്രം VFSൽ അപ്ലൈ ചെയ്താൽ വേണ്ടി മതി. അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്. നമുക്കൊരു 10 to 15 days നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം അൺനെസസറി ആയിട്ട് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് അവിടെ വരുത്തേണ്ട കാര്യമില്ല. സ്റ്റാൻഡേർഡ് വിസ ടൈപ്പ് കാറ്റഗറി തന്നെ ചൂസ് ചെയ്താൽ മതി. ഇത്രയാണ് ത്രൂ ഔട്ട് ദ പ്രോസസ്സ്. അതായത് ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കവർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് സെപ്പറേറ്റ് തരേണ്ടത് പ്രീ ക്യാസ് ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതുപോലെ തന്നെ ഓവറോൾ എത്ര എക്സ്പെൻസ് വരും, UK പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര എക്സ്പെൻസ് വരും, എത്ര പൈസ നമ്മൾ കരുതി വെക്കണം, ഇന്നർ ലണ്ടനിലും ഔട്ടർ ലണ്ടനിലും ലിവിങ് എക്സ്പെൻസസ് കാണിക്കേണ്ട എമൗണ്ട് വ്യത്യാസമുണ്ട്, അത് എത്രയൊക്കെ എമൗണ്ടുകളാണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. അത് വേറൊരു വീഡിയോൻ്റെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ് ഒരാളുടെ ആപ്ലിക്കേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കണം. ക്യാസ് എന്താണ്, മിക്ക ആൾക്കാർക്ക് അറിയില്ല. അൺകണ്ടീഷണൽ എന്നുള്ള ഓഫർ ലെറ്റർ വരുന്നത് എന്തുകൊണ്ടാണ്, കണ്ടീഷണൽ എന്താണ്, MOA എന്താണ്, LOR എന്താണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിൽ വേണം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും
നമുക്ക് ഒരു അനോണിമിറ്റി ഉണ്ട്. ഒരു പരിധി വരെ അത് സോൾവ് ചെയ്തിട്ടുണ്ടാവും ഈ വീഡിയോയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമ്മിങ് ഡേയ്സിൽ അതർ കൺട്രീസിൻ്റെയും കൂടി ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സ്, എന്താണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം എന്നുള്ള ഷോർട്ട് വീഡിയോ, നോട്ട് അറ്റ് ഓൾ ഷോർട്ട് വീഡിയോ, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഉണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. താങ്ക് യു.